നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ഹലോ, വിജയപത്മ. ജയനിർമ്മലേ. വിജയപത്മനു. പാപ്പേട്ടൻ ഡ്രൈവ് ചെയ്യാ. പിന്നെ ഇവിടെ ഇന്നൊരു സംഭവം ഉണ്ടായി. ഇന്ന് സൂര്യ മാനസയും കൂടി പുറത്തു പോയപ്പോ ഞാനും ഏട്ടത്തെയും കൂടി ഭാവനയ്ക്കൊരു പണി കൊടുക്കാൻ നോക്കി. വണ്ടി നിർത്ത്, അങ്ങോട്ട് ഒതുക്കാൻ. പക്ഷെ ആ സമയത്ത് തന്നെ കൃത്യമായി ഗായത്രി ഇവിടെ വന്നു. ആകെ പ്രശ്നമായി. അയ്യോ, അല്ല എന്താ ഉണ്ടായത് ജയനിർമ്മലേ? സത്യം പറഞ്ഞ ഇന്നത്തോടുകൂടി എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാകുമെന്നാ കരുതിയത്. പക്ഷെ ഭാവനയെ സൂര്യ ഗായത്രിക്കൊപ്പം വിടാൻ തയ്യാറായില്ല. നല്ലൊരു അവസരമാണ് നഷ്ടപ്പെട്ടത്. അതേ വിജയപത്മ, ആ സമയത്ത് തന്നെ ഗായത്രി വന്നതാ അത്ഭുതം. ഇതാണ് ജയേ ഭാവനയുടെ ഭാഗ്യം. എവിടെയും അവസാനം ഭാവനയ്ക്ക് അനുകൂലമായിട്ടേ സംഭവിക്കൂ. അതെ, ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ചെയ്യൂ? ഞങ്ങൾക്ക് കുഴപ്പം വരാത്തതാണെങ്കിൽ ചെയ്യാം. നിങ്ങൾക്കൊരു കുഴപ്പവും വരില്ല. അതുമല്ല, നിങ്ങളെ കൊണ്ട് മാത്രമേ അത് ചെയ്യാനും പറ്റൂ. എന്നാ പിന്നെ ധൈര്യമായിട്ട് പറഞ്ഞു. ഞങ്ങൾ എന്താ വേണ്ടത്? നിങ്ങൾ അവിടെ പോണം. എന്നിട്ട് ഈ സംഭവം അറിഞ്ഞതായിട്ട് തന്നെ സംസാരിക്കണം. അല്ല, ഞങ്ങളിതെങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഭാവനയുടെ വിശേഷം അറിയാൻ വേണ്ടി എന്നെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു തന്നെ പറഞ്ഞ പോരെ? എന്നാ ഓക്കെ. അതൊക്കെ പോട്ടെ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഭാവനയെ ഇവിടെ ഇട്ടിട്ട് കൊല്ലാനാണോ നിങ്ങൾ പറഞ്ഞു വിട്ടതെന്നും ചോദിച്ചുകൊണ്ട് അവിടെ ഒരു സംസാരം ഉണ്ടാവണം. എന്നിട്ട് ഭാവനയെ ഇവിടെ നിന്നും അവര് വന്ന് കൊണ്ടുപോവുകയും വേണം. അല്ല, അതെങ്ങനെ പറ്റും? ഭാവന പോകാൻ തയ്യാറാവൂ? വിജയപത്മ, എന്റെ ഊഹം ശരിയാണെങ്കിൽ ഗായത്രി ഈ വിവരം അവിടെ ആരോടും പറഞ്ഞിട്ടുണ്ടാവാൻ വഴിയില്ല. പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ സേതുവെങ്കിലും ചോദിക്കാൻ വരേണ്ടതായിരുന്നു. അതുകൊണ്ട് സേതുവിനെ നിങ്ങൾ ഈ വിവരം അറിയിക്കണം. എന്നിട്ട് പറ്റുമെങ്കിൽ നിങ്ങൾ തന്നെ അവനെയും കൂട്ടി ഇവിടേക്ക് വരണം. ഉറപ്പായും സേതു ഇവിടെ വന്ന് ഞങ്ങളോട് ദേഷ്യപ്പെടാനാ സാധ്യത. അപ്പൊ നിങ്ങളും ഞങ്ങളോട് ദേഷ്യത്തോടെ സംസാരിക്കണം. ഒടുവില് ഭാവനയെ നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോവുകയും വേണം. ഓക്കെ ചെയ്തോളെ, ഇത് ഞങ്ങൾ റെഡിയാക്കി തരാം. പക്ഷെ ഇന്ന് പറ്റില്ല. ഞങ്ങളിപ്പോ വേറൊരു സ്ഥലം വരെ പോവാ. ഇന്ന് പറ്റിയില്ലെങ്കിൽ നാളെ ആയാലും മതി വിജയപത്മ. എന്നാ പിന്നെ ജയ ധൈര്യമായിട്ടിരിക്കെ. ഇത് ഞങ്ങൾ പൊളിച്ചടുക്കി തരാം. പക്ഷേ ഈ സൂര്യയുടെ പ്രതികരണം എന്തായിരിക്കും ഞാൻ ആലോചിക്കുന്നത്. നിങ്ങളിപ്പോ നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കണ്ട. സേതുവിന്റെ ക്യാരക്ടർ വെച്ച് നോക്കുമ്പോ അവൻ ഭാവനയും കൊണ്ടേ ഇവിടുന്ന് പോകാവൂ. ആ രീതിയിൽ വേണം നിങ്ങൾ അവനോട് സംസാരിക്കാൻ. ഓക്കെ ജനമല്ലേ, ഞങ്ങൾ ഏറ്റു. ശരി വിജയപത്മ. ശരി ശരി ശരി. അപ്പൊ ഇങ്ങനെയൊക്കെ അവിടെ നടന്നല്ലേ? ആ ഗായത്രി ബുദ്ധിമതിയാ പാപ്പേട്ട. അവൾ ഇലയ്ക്കും മുള്ളിനും കേട് വരാതിരിക്കാനേ നോക്കൂ. എന്നാലേ നമ്മൾ ഇലയ്ക്കും മുള്ളിനും കേട് വരുത്താൻ പോവാ. ഇത് നമ്മളൊരു കലക്കും. എങ്ങനെങ്കിലും ആ മാനസയും സൂര്യൻ പരസ്പരം ബന്ധിപ്പിക്കണമെങ്കിൽ ഭാവന അവിടുന്ന് ഒഴിവാക്കിയേ പറ്റൂ പാപ്പേട്ട. ഇപ്പൊ അതിന് പറ്റിയ അവസരം വന്നിരിക്കുന്നത്. അതെ ജാനകി. അപ്പൊ നാളെ പോട്ടെ വണ്ടി. പോയേക്കാം.
ഇപ്പൊ കിട്ടിയാലും 1-2 കല്യാണ വർക്കൂടെ കിട്ടിയിരുന്നെങ്കിൽ കയ്യിലിപ്പോ കാശായനെ. കിട്ടും സേതോട്ടാ. ഇനിയിപ്പോ കല്യാണങ്ങളുടെ സീസണല്ലേ വരാൻ പോകുന്നേ. അതാ ഇപ്പൊ ഒരു ആശ്വാസം. പാവം ഭാവനയ്ക്കേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അമ്മയ്ക്കും ഈ അഭിപ്രായം തന്നെ സേതോട്ടാ. കുറച്ച് ദിവസത്തേക്ക് ഭാവന ഇവിടെ കൊണ്ടുവന്ന് നോക്കിക്കൂടെയെന്ന് അമ്മ ഒരു അഭിപ്രായം പറഞ്ഞു. നമുക്കും അങ്ങനെ ഒരു അഭിപ്രായം ഇല്ലാതില്ലല്ലോ. സൂര്യല്ലേ സമ്മതിക്കാത്തത്? സൂര്യ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. എന്നുവെച്ചാ ഒരു അന്യ പെൺകുട്ടിയാ ഭാവനയെ നോക്കുന്നത്. അല്ലെങ്കിലും ആ മാനസിക ആൾ ശരിയല്ല. ഇതൊടുവിൽ ഭാവനയ്ക്ക് തന്നെ അവളൊരു തലവേദനയായിട്ട് മാറും. അങ്ങനെയൊന്നും സംഭവിക്കില്ല സേതോട്ടാ. സൂര്യ നമുക്കറിയില്ലേ. സൂര്യയോട് പറഞ്ഞിട്ട് ഭാവനയെ തൽക്കാലം ഇവിടെ കൊണ്ടുവന്ന് നിർത്താൻ നോക്കാം. ഭാവനയ്ക്ക് ഇവിടെ നമ്മൾ കൊടുക്കുന്ന പോലെ ആഹാരമൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടോന്ന് ആർക്കറിയാം. സൂര്യ എപ്പോഴും അടുത്ത് കാണത്തില്ലല്ലോ. അതൊക്കെ സൂര്യ കൊടുക്കും മായ. പക്ഷെ ഭാവന ഇവിടേക്ക് വരാൻ വേണ്ടി സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സേതോട്ടം നിർബന്ധിച്ച ഭാവന ഇവിടെ വന്ന് നിൽക്കും. ഒരു കണക്കിന് അമ്മ പറയുന്നതിലും കാര്യമുണ്ട്. ഭാവന അവിടെ ഇവിടെയായിട്ട് കഴിയട്ടെ. ഞാനൊന്ന് സൂര്യയായിട്ട് സംസാരിക്കാം. അതാ നല്ലത്. അല്ലാതെ ഇന്ന് അവിടെ നടന്നത് സേതോട്ടിനോട് പറഞ്ഞാൽ ശരിയാവത്തില്ല. ഈ രാത്രി തന്നെ പോയി ഭാവനയും കൊണ്ടുവരും. നീ എന്താ ആലോചിക്കുന്നത്? അല്ല, ഭാവനയെക്കുറിച്ച് ആലോചിക്കുക സേതോട്ടാ. പാവം, അവൾക്ക് ഇങ്ങനൊരു തലവിധി വന്നല്ലോ എന്ന് ആലോചിക്കുക. എല്ലാം ശരിയാവുമായ അവളുടെ സംസാരശേഷി തിരിച്ചു കിട്ടിയതിന് ഒരു കണക്കിന് ഭാഗ്യമല്ലേ. എന്തായാലും ഇനി നാളെ ആവട്ടെ, നമുക്ക് വേണ്ട പോലെ ചെയ്യാം. നീ കിടക്ക്. ഇത് സൂര്യയുടെ ഫോണമ്മേ. അതെനിക്ക് മനസ്സിലായി. നീ എങ്ങനെയാ സംസാരിക്കുന്നതെന്ന്. സൂര്യമോനടുത്തുണ്ടോ? ഇല്ല, ഇപ്പൊ ഞാൻ ബ്ലൂടൂത്തിലാ സംസാരിക്കുന്നത്. സൂര്യ അമ്മയെ വിളിച്ച് തന്നിട്ട് താഴേക്ക് പോയി. ഇപ്പൊ വരും. ഞാൻ പറഞ്ഞത് സൂര്യമോന് വിഷമമായില്ലേ? ഏയ് ഇല്ലമ്മേ. അമ്മയ്ക്ക് വിഷമമുണ്ടോന്നാ സൂര്യ ചോദിച്ചേ. നിന്റെ അപ്പോഴത്തെ അവസ്ഥ കണ്ടപ്പോ ഞാൻ പേടിച്ചു പോയി. പാവം മാനസി ഞാൻ തല്ലുകയും ചെയ്തു. അവൾ അതൊക്കെ അപ്പൊ തന്നെ മറന്നമ്മേ. പാവം, അതങ്ങനെ ഒരു പെണ്ണ. അതെ, ഇന്നത്തെ പിള്ളേര് സ്വന്തം അമ്മ തല്ലിയാ പോലും തിരിച്ചു തല്ലുന്ന പിള്ളേരാ. ആ സ്ഥാനത്താ പാവം. അമ്മേ, പിന്നൊരു കാര്യം, ഈ വിവരങ്ങളൊന്നും സീതേട്ടനോട് പറയല്ലോ കേട്ടോ. അറിയാലോ, പിന്നെ ഇവിടെ നടക്കുന്നത് തന്നെ വേറെ ആയിരിക്കും. ആ, എനിക്കറിയാതെ. ഞാനിവിടെ മായോട് മാത്രമേ കാര്യം പറഞ്ഞു. അവൾ ആരോടും പറയില്ല. അതും വേണ്ടായിരുന്നമ്മേ. ചിലപ്പോ മായച്ച് പറഞ്ഞാലോ? സേതുവിനോട് പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നന്നായി. അമ്മേ, ഭരത്തും അറിയല്ലേ? ശരി, മക്കൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ലമ്മേ. ഉവ്വ, നിനക്ക് അങ്ങനെയൊക്കെ പറയാം. ഒടുവിൽ അനുഭവിക്കുന്നത് നീ തന്നെയായിരിക്കും. അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ലമ്മേ. ഇവിടെ സൂര്യയും മാനസിയൊക്കെ ഇതേ കാര്യം തന്നെ ചോദിച്ചു. സൂര്യ ഡോക്ടറെ വിളിച്ച് ചോദിക്കുകയും ചെയ്തു. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോയാൽ മതിയെന്നാ പറഞ്ഞത്. ആ, അത് മതി. എന്റെ മോൾ എന്തെങ്കിലും കഴിച്ചോ? ഇപ്പൊ കഴിച്ചതേ ഉള്ളൂ അമ്മേ. എന്നാ ഞാൻ പിന്നെ വിളിക്കാമേ. ആ, ശരി മോളെ. ആന്റി എങ്ങനെ, ദേഷ്യത്തിലാണോ? ഇല്ല സൂര്യ, സൂര്യക്ക് വിഷമമുണ്ടോന്ന് അമ്മ ചോദിക്കുന്നത്. വീട്ടിലെങ്ങനെ, സേതോട്ടം പ്രശ്നം ഉണ്ടാക്കിയോ? അമ്മ മായച്ചോട് മാത്രമേ പറഞ്ഞുള്ളൂന്ന്. സേതുവിനോട് പറയണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതെന്തായാലും നന്നായി. സേതുവേട്ടൻ അറിഞ്ഞ ആ നിമിഷം ഇവിടെ വരും. അതറിയാന്നുള്ളതുകൊണ്ടാ സൂര്യ ഞാൻ പറഞ്ഞത്. സൂര്യ, നമുക്ക് നാളെ വീട് വരെ ഒന്ന് പോയാലോ? അപ്പൊ പിന്നെ പ്രശ്നമൊന്നുമില്ല. അമ്മയ്ക്കും സന്തോഷാവും. പോയ ഉടനെ തന്നെ ഇങ്ങോട്ട് വരാം. പിന്നെന്ത്, നാളെ പോ. ആന്റിയെ വിളിച്ച് പറയണോ? അത് വേണ്ട സൂര്യ, നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോ കണ്ടാ മതി. എന്നാ മതി.